നമ്മളൊക്കെയും ഈ ഓഫീസിലേക്കും സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പോകുമ്പോൾ വളരെ കൃത്യസമയത്ത് ഇറങ്ങി വളരെ വേഗത്തിൽ ഓഫീസിലേക്ക് പോകുന്നവരാണെങ്കിൽ, നിങ്ങളിൽ പലരും അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. കുറച്ച് നേരത്തെ ഇറങ്ങി സമാധാനത്തോടെ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതല്ലേ എപ്പോഴും നല്ലത്. എപ്പോഴും അത് തന്നെയാണ് സുരക്ഷിതം. അല്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ജോലി സ്ഥലത്ത് കൃത്യസമയത്തെത്താം. പക്ഷേ നമ്മളിൽ പലരും ഓടിപ്പിടിച്ച് എത്താറാണ് പതിവ്. ഇതിനിടെ ട്രാഫിക് സിഗ്നലുകൾ തെറ്റിച്ച് പായുന്നവരും ഒരുപാടുണ്ട്. ഫൈൻ അടിച്ചാലൊന്നും ഈ നിയമലംഘനം നിൽക്കുന്നില്ല എന്ന് കണ്ട ബംഗളൂരു പോലീസ് പുതിയ ഒരു ഐഡിയയുമായി എത്തിയിരിക്കുകയാണ്. അതായത്, നിങ്ങൾ നിയമം ലംഘിച്ച് ഓഫീസിലെത്തുമ്പോൾ അതാ ബോസ് നിൽക്കുന്നു നിങ്ങൾക്കുള്ള ചെല്ലാനുമായി. എന്താണ് സംഭവമെന്ന് KB ശ്രീധരൻ പറഞ്ഞു തരും. ശ്രീധരനുണ്ട്. ശ്രീധരൻ, ശരിക്കും പറഞ്ഞാൽ ഈ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നതിന് എങ്ങനെ പരിഹാരം കാണും എന്നറിയാതെ മോട്ടോർ വാഹന വകുപ്പ് കുഴഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അത് ബംഗളൂരു എന്നല്ല, എല്ലാ സ്ഥലത്തും അത് തന്നെയാണ്. ഇത് വിജയിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? മോത്തി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് വാതിക്കൽ രാജീവ് സാറോ ഹരിയേട്ടനോ ബിച്ചേട്ടനോ ഒക്കെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ചലാൻ അങ്ങോട്ട് തരികയാണ്, ഇത് അടച്ചോളൂ എന്നിട്ട് ഓഫീസിൽ കയറിയാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ബംഗളൂരു നഗരത്തിൻ്റെ ഈസ്റ്റ് ഡിവിഷൻ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും IT കമ്പനി ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നടപടി ആദ്യം തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ഭാഗത്തല്ല, ഈ മാറത്തള്ളി ഔട്ടർ റിംഗ് റോഡ് ഈ ഭാഗത്തല്ലാത്തൊരു വലിയ ട്രാഫിക് ബ്ലോക്കാണ്. ഇതിൽ പകുതി ഉണ്ടാവുന്നത് നമ്മൾ ഈ മതിയായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ അത് ലംഘിച്ച് പോകുമ്പോഴാണ്. ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഞാൻ തന്നെ പലപ്പോഴും 2 വീലർ ഓടിച്ച് ഓഫീസിൽ പോകുമ്പോൾ സിഗ്നലിൻ്റെ സൈഡൊക്കെ വെട്ടിച്ച് റോഡിന് ഇടതുഭാഗത്ത് കൂടെയൊക്കെ കയറി ഒക്കെ പോകാറുണ്ട്. ഏതായാലും ഇനി മുതൽ അത് നിർത്താമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ പലപ്പോഴും വല്ലാത്ത ട്രാഫിക് ബ്ലോക്ക് ഈ ഔട്ടർ റിംഗ് റോഡിൽ ഉണ്ടാകാറുണ്ട്. ഏതായാലും ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി പലപ്പോഴായിട്ട് ഇങ്ങനെ പിഴയൊക്കെ ചുമത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും നടപടി ഉണ്ടായില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത്